കർത്താവ് യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ നോമ്പിൻ്റെ 14-ാം ദിവസമായ ഇന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഇതുപോലെ ഒന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്ന എന്ത് കാര്യമാണ് തങ്ങളുടെ ഇടയിൽ അവർ കണ്ടത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം ഈ സുവിശേഷ ഭാഗത്ത് കാണുന്ന ഈ സംഭവത്തിലെ വിശ്വാസമുള്ള ആ ഭാരവാഹികളുടെ, അതെ, ആ തളർവാത രോഗിയെ എടുത്തുകൊണ്ട് വന്നവരെ ഭാരവാഹികൾ എന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവരുടെ ഗണത്തിൽപ്പെടുന്ന കുറേ മനുഷ്യരെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതൽ 12 തിരുവചനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അവരെ വിശുദ്ധ യോഹന്നാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് വെള്ളം കോരിയ പരിചാരകർ എന്നാണ്. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? വീഞ്ഞായി മാറിയ വെള്ളത്തിൻ്റെ ഉറവിടം അവർക്കറിയാമായിരുന്നു. അതിപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അതറിഞ്ഞിരുന്നു. ഇവിടെ ഈ സുവിശേഷ ഭാഗത്ത് തളർവാത രോഗിയെ സൗഖ്യപ്പെടുത്തുന്ന ഈ സംഭവത്തിൽ മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന സ്വർഗീയമായ മേൽത്തരം ദാനം കേട്ടപ്പോൾ അവിടെ ഇരുന്ന നിയമജ്ഞരിൽ ചിലർ അവൻ ദൈവദൂഷണം പറയുന്നുവെന്ന് പറഞ്ഞു. കാനായിലെ വിവാഹവിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ വിവാഹവിരുന്നിലെ കലവറക്കാരൻ്റെ സ്ഥാനമുള്ളവരായ ദൈവജനത്തിനിടയിൽ മോശയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടരെന്ന് കർത്താവ് വിശേഷിപ്പിച്ച നിയമജ്ഞരും പരീശയരും കാനായിലെ വിവാഹവിരുന്നിലെ വീഞ്ഞ് രുചിച്ചു നോക്കിയെങ്കിലും അത് എവിടെ നിന്നാണെന്ന് അറിയാതെ പോയതിനാൽ അതിൻ്റെ ഉറവിടത്തെ തിരിച്ചറിയാനും അവനെ സ്വജീവിതത്തിലേക്ക് സ്വീകരിക്കാനും അവർക്ക് സാധിച്ചില്ല. ഈ നോമ്പിൻ്റെ കാലം നാം വീഞ്ഞ് രുചിച്ചു നോക്കുന്ന ആളുകൾ മാത്രമാകാതെ, മേൽത്തരം വീഞ്ഞ്, അതെ, സ്വർഗീയ ദാനങ്ങൾ രുചിച്ചു നോക്കുന്ന ആളുകൾ മാത്രമാകാതെ അതിൻ്റെ ഉറവിടത്തെ തിരിച്ചറിഞ്ഞ് സ്വന്തമാക്കുന്ന ആളുകളായി നമുക്ക് മാറാം. അതുവഴി അവൻ്റെ മഹാദാനം ആവശ്യമായിരിക്കുന്നവർക്കെല്ലാം, അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ നാം പ്രകാരം വായിക്കുന്നുണ്ട്. അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന പ്രഖ്യാപനം അവൻ കേട്ടത് മകനെ എന്ന അഭിസംബോധനയാലാണ്. പാപം ക്ഷമിക്കപ്പെടുന്നത് വഴി മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കും അവകാശത്തിലേക്കുമാണ് ഒരാൾ തിരികെ എത്തുന്നത്. പാപമോചനം നൽകാൻ സാധിക്കുന്നവൻ്റെ അടുത്തേക്ക്, മേൽത്തരം ദാനങ്ങൾ നൽകാൻ സാധിക്കുന്നവൻ്റെ അടുത്തേക്ക് വരാനും സ്വയം വരാൻ സാധിക്കാത്തവരെ കൂട്ടിക്കൊണ്ടുവരാനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.